രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മടി പിടിച്ചൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് പഴുത്ത മാങ്ങകൾ എൻ്റെ കണ്ണിൽപ്പെട്ടു. എന്തായാലും ഞാൻ അരിഞ്ഞൊരു ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കൂടുതലും മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്തേക്ക് പാലാണ് ഒഴിക്കുന്നത്. തണുത്ത പാൽ, നല്ല തണുത്ത പാലാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നീട് മധുരം എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളതാണെങ്കിൽ ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായോ, ഞാനിവിടെ ജ്യൂസ് അടിക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ടത് ആ ഒരു ക്യാപ്പ് ശരിയായിട്ടല്ല വീണത്. അപ്പോഴത്തേക്ക് ഒന്ന് പൊട്ടിത്തെറിച്ചു കേട്ടോ, എല്ലായിടും ഒന്ന് വീണു. പിന്നെ ഞാനതിലൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജ്യൂസെല്ലാം റെഡി ആയിട്ടുണ്ട്. താണ്ട പാലിൻ്റെ ഒരു ഇത്തിരി പോരായ്മ എനിക്ക് തോന്നി, കാരണം എനിക്ക് ഒത്തിരി കുറുകിയിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി ഡൈലൂട്ട് ആക്കാമെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇത്തിരി പാലോട് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഒത്തിരി കട്ടിക്ക് കുടിക്കുന്നതിനേക്കാൾ ഇച്ചിരി ലൂസിൽ കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്. മാങ്ങയും പാലും പിന്നെ കൂട്ടത്തിൽ ആ മിൽക്ക് മെയ്ഡും കൂടെ ചേർന്നപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വാവ്, എൻ്റെ പൊന്നോ എന്തൊരു ടേസ്റ്റ് ആണ്. എന്നാൽ പിന്നെ അങ്ങോട്ട് കുടിക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ, വായിലോട്ട് വെച്ചതുമല്ല, എൻ്റെ അമ്മോ എന്ത് ടേസ്റ്റാണ്, പറയാൻ വയ്യ കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു കൊടും ചൂടിലും നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനായിട്ട് അടിപൊളി ഒരു ജ്യൂസാണ്. ഒരു അഡാറായിട്ടാണ്. ഇനി ഒരു തൊട്ട് പിന്നാലെ ഒരു മാംഗോയുടെ റെസിപ്പി വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അയ്യോ, കഥ പറഞ്ഞ് ഗ്ലാസ്സിലെ ജ്യൂസ് തീർന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആക്രാന്തി ഇത്തിരി കൂടിപ്പോയോ ഗൈസ്? ഓ സാരമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.